ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ബിറ്റ് ഓഫ് സ്റ്റൈലിംഗ്. അപ്പോൾ ഇന്നത്തെ എംബ്രോയ്ഡറിയിൽ ഒരു നെക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതായത് വളരെ ചെറിയ ഫ്ലവേഴ്സും നമുക്ക് എല്ലാം അറിയാവുന്ന തരം ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ലീവ്സും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഡിസൈനാണിത്. അപ്പോൾ അതിലൊരു ലീഫ് പാറ്റേൺ ചെയ്തപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എംബ്രോയ്ഡറി സാധാരണ കുറച്ച് അറിയാവുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇത് ലേസി ഡേസി സ്റ്റിച്ചാണ്, അതുകൂടാതെ ബുള്ളിയൻ സ്റ്റിച്ചും. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് നമ്മളൊന്ന് ലീഫിൻ്റെ ഇതിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട്. ഇനി എംബ്രോയ്ഡറി പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ആണ്. അത് അതിൻ്റെ ഓഫ് വൈറ്റ് ഐവറി ഷെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നീഡിലെന്ന് പറയുന്നത് ഇത് എൻ്റെ സെൽഫ് ത്രെഡ് നീഡിലാണ്. ഏത് വേണേലും ഉപയോഗിക്കാം, നമുക്ക് ഏത് ടേപ്സ്ട്രി നീഡിൽസ് ആണെങ്കിലും ഉപയോഗിക്കാൻ, കുഴപ്പമില്ല. ബുള്ളിയൻ സ്റ്റിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രം ഞാൻ നീഡിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ബുള്ളിയനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെങ്തി നീഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എംബ്രോയ്ഡറി ചെയ്യാനിരിക്കുമ്പോൾ ഒരു 3-4 ടൈപ്പ് നീഡിൽസും ഒരു ചെറിയ സിസേഴ്സും ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് ആവശ്യത്തിനുള്ള കളേഴ്സ് ത്രെഡും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്കിരിക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും നീഡിൽ തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരരുത്. അപ്പോൾ നമ്മൾ പാറ്റേൺ ഡിസൈൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള നീഡിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാൻ തോന്നുന്ന ഓരോ നീഡിൽസിനും ഓരോരോ പർപ്പസ് ഉണ്ടാവും. ഇപ്പം ബീഡ്സ് വർക്ക് ഞാനിതിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് വർക്കിനാണെങ്കിൽ ഏറ്റവും വളരെ തിന്നായിട്ടുള്ള നീഡിലാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മളൊരു നീഡിൽ വാങ്ങിക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലൊരു ഇതിലായിരിക്കും നീഡിൽ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഒരു 10, 25, 30 നീഡിൽ ഒരുമിച്ച് കിട്ടുന്നു. അപ്പോൾ അതിനകത്ത് അതൊരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് പല ടൈപ്പ് നീഡിൽസും നമുക്ക് ആവശ്യത്തിന് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സ്. പിന്നെ അതുകൂടാതെ ഈ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചെറിയൊരു 1-2 ടിപ്സ് പറയുന്നുണ്ട്. അപ്പം അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാം. എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം, അതെങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.
ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്ന 1-2 ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഡാർക്ക് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഒരു പെൻസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പെൻസിൽ കൊണ്ട് നമുക്കിതുപോലെ ഡിസൈൻ വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വേറെ ഇത് എന്താ പറയുക, ഇതുപോലെ ഫ്രീ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പെൻസിലാണിത്. ഇതിന് ഗ്ലാസ് പെൻസിൽ എന്നാണ് പറയുന്നത് സാധാരണയായിട്ട്. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇത് ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഈ പെൻസിൽ കൊണ്ട് നോക്കിയിട്ടൊന്നും ശരിയായില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ വരച്ച് നോക്കിയപ്പോഴാണ് എനിക്കിത് പിന്നെ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ടൈറ്റ് ആയിരിക്കണം എംബ്രോയ്ഡറി ചെയ്യുന്ന തുണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റിങ് ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ചിലർക്കെങ്കിലും ഇത് അറിയായിരിക്കും. നമ്മൾ ഇതുപോലെ ഒരു തുണി അതിലൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടും നമുക്ക് ഈ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി തുണിക്ക്.